കാസർഗോഡ് ഉദുമയിൽ വിജയം തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. എന്നാൽ 3.5 പതിറ്റാണ്ടിനു ശേഷം മണ്ഡലത്തിൽ അട്ടിമറി വിജയമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് UDF. വോട്ടുകൾ വർദ്ധിക്കുമെന്ന് NDAയ്ക്കും ആത്മവിശ്വാസമുണ്ട്. ആർക്ക് അനുകൂലമാകും ഉദുമയിലെ ഇത്തവണത്തെ വിധിയെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ. LDFന് രാഷ്ട്രീയ മേൽക്കൈയുള്ള മണ്ഡലമാണ് ഉദുമ. 46 വർഷത്തെ പഴക്കമുണ്ട് ഉദുമ മണ്ഡലത്തിന്. 87-ൽ ഒരു തവണ മാത്രം UDF മണ്ഡലം പിടിച്ചെടുത്തു. ഉദുമയിൽ ഇത്തവണ 78.08% പോളിംഗ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയാണ് മുന്നണികളെ കണക്കുകൂട്ടലിൽ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കാനാവാത്ത സാഹചര്യത്തിൽ എത്തിച്ചത്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള മണ്ഡലമാണ് ഉദുമ. 1,16,342 സ്ത്രീ വോട്ടർമാരിൽ 98,046 പേരും ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. കന്നി വോട്ടർമാർ 18,180. പുതിയ വോട്ടർമാരെ ചേർക്കാനും വോട്ട് ചോർച്ച ഇല്ലാതിരിക്കാനും UDF കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. 2021-ൽ ചെമ്മനാട്, മുളിയാർ മാത്രമാണ് UDFനൊപ്പം നിന്നിരുന്നത്. ഈ പഞ്ചായത്തുകളിൽ വൻ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് UDF ഉറപ്പിക്കുന്നു. അതോടൊപ്പം ഇതര പഞ്ചായത്തുകളിലും മുന്നേറ്റമുണ്ടാക്കാൻ പറ്റുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഞങ്ങൾക്ക് മുളിയാർ പഞ്ചായത്ത് UDF ഭരിക്കുന്നു. മുളിയാർ പഞ്ചായത്തിനകത്ത് ഭൂരിപക്ഷം ഉണ്ടാകും. ചെമ്മനാട് പഞ്ചായത്ത് UDF ഭരിക്കുന്നു. ചെമ്മനാട് പഞ്ചായത്തിൽ ഭൂരിപക്ഷം ഉണ്ടാകും. ഉദുമ പഞ്ചായത്ത് ഞങ്ങൾക്ക് കപ്പിനും ചുണ്ടിരലും നഷ്ടപ്പെട്ടതാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകും. അതാണ് ഞങ്ങൾ ഭൂരിപക്ഷം. ഇപ്പോൾ ഈ ഉദുമയുടെ 8 പഞ്ചായത്തിനകത്ത് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ നമുക്ക് 5000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ ജയിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. കഴിഞ്ഞ തവണ പഞ്ചായത്തുകളിൽ ഉണ്ടായ മേൽക്കൈ തങ്ങൾക്ക് ഇത്തവണയും അനുകൂലമാവുന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. കഴിഞ്ഞ തവണ LDFനൊപ്പം നിന്ന ഉദുമ, ദേലമ്പാടി, പള്ളിക്കര, പുല്ലൂർ പെരിയ പഞ്ചായത്തുകളിൽ നേട്ടം ഇത്തവണയും തുടരുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. ട്രെൻഡ് ഒരുപക്ഷെ ഭൂരിപക്ഷത്തെ കുറച്ചേക്കാം. എങ്കിലും വിജയം ഉറപ്പാണെന്ന് LDF കരുതുന്നു. 21-ൽ 13,322 വോട്ടായിരുന്നു സിറ്റിംഗ് MLA ആയിരുന്ന CH കുഞ്ഞമ്പുവിൻ്റെ ഭൂരിപക്ഷം. പുതിയ സാഹചര്യം ഞങ്ങൾക്ക് നല്ല അനുകൂല സാഹചര്യമാണ് ഉണ്ടായത്. നിഷ്പക്ഷമതികളുടെ വോട്ട് കിട്ടും. പിന്നെ ഈ ന്യൂനപക്ഷ ഏകീകരണം എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ ഒരു നിഗമനം. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണിയാലേ മനസ്സിലാവും. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നത് എണ്ണിയാലേ പറയാൻ പറ്റും. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് വിജയ പ്രതീക്ഷ എന്നല്ല, നല്ല ഭൂരിപക്ഷത്തിന് ഉദുമ മണ്ഡലം ഞങ്ങൾ നിലനിർത്തും. മണ്ഡലത്തിൽ 20,360 വോട്ടുകളാണ് NDAയ്ക്ക് കഴിഞ്ഞ തവണ നേടാനായത്. ഇത്തവണ വർധനവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP NDA കേന്ദ്രങ്ങൾ. 2016-ൽ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് ഉദുമയിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ 21,231 വോട്ടാണ് മണ്ഡലത്തിൽ BJPക്ക് മുൻപ് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട്. എന്തായാലും അവകാശവാദങ്ങൾ തുടരുമ്പോൾ തങ്ങളെ ആരു ഭരിക്കുമെന്നാണ് ഉദുമ കാത്തിരിക്കുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.